നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പൈത്തോൺ പ്രോഗ്രാമിംഗിലെ ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസിനെ കുറിച്ചാണ്. സോ നമുക്കറിയാം വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ ഒരിക്കൽ നമ്മളത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം ആ വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഉദാഹരണമായി ഞാൻ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് 10 എന്ന് പറയുന്ന ഒരു സംഖ്യ സ്റ്റോർ ചെയ്യുന്നു. സോ ഇനി ഞാൻ ഈ 10 എന്ന് പറയുന്ന സംഖ്യ പ്രിൻറ്റ് ചെയ്യുന്നതിന് പ്രിൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഈ എ എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുത്താൽ മതി. സോ ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ 10 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നതാണ്. സോ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മറ്റു പ്രോഗ്രാമുകളിലെല്ലാം നമ്മൾ സാധാരണ നമുക്ക് ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് അത് നമ്മൾ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് കൊടുക്കും, ഇൻറ്റ്, സ്ട്രിങ് തുടങ്ങിയവ കൊടുക്കും. അതിനുശേഷം നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കും. സോ ഇങ്ങനെയായിരുന്നു നമ്മൾ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ചെയ്തിരുന്നത്. എന്നാൽ പൈത്തോണിൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയി ചെയ്യാവുന്നതാണ്. നമുക്ക് ഡാറ്റ ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് വാല്യൂ ഇതുപോലെ അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പൈത്തോൺ തീരുമാനിക്കും അത് ഏത് തരത്തിലുള്ള ഡാറ്റയാണെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് പൈത്തോൺ പ്രോഗ്രാം തീരുമാനിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായി ഞാനിവിടെ ഒരു നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ജോൺ എന്ന് പറയുന്നൊരു പേര് സ്റ്റോർ ചെയ്യുന്നു. സോ ഇനി ഞാനിവിടെ പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 10 എന്നിവിടെ പ്രിൻറ്റ് കാണാം. അതുപോലെ അതിന് ശേഷമുള്ള ജോൺ എന്ന് പറയുന്ന ഈ മെസ്സേജ് ഇവിടെ കാണാൻ കഴിയും. ഇതുപോലെ നമുക്ക് ഈ വേരിയബിൾ ഉപയോഗിച്ച് നമ്മുടെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു വേരിയബിളിന് നെയിം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് വേരിയബിൾ നെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അണ്ടർസ്കോർ കൊണ്ടോ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം അണ്ടർസ്കോർ എന്ന് പറയുന്നത് ഈ ഒരു സൈനാണ്. സോ നമുക്ക് ലെറ്റർ കൊണ്ടോ അണ്ടർസ്കോർ കൊണ്ടോ നമുക്ക് നമ്മുടെ വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം വേരിയബിൾ നെയിം നമ്പർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നമ്പർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഉദാഹരണമായി 1 നെയിം എന്നോ അല്ലെങ്കിൽ 3 നമ്പർ എന്നോ ഇത്തരത്തിലുള്ള വേരിയബിൾ നെയിം നമ്മൾ കൊടുക്കാൻ പാടില്ല. ലെറ്റർ കൊണ്ടോ അണ്ടർസ്കോർ കൊണ്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വേരിയബിൾ നെയിമിൽ നമ്മൾ ആൽഫ ന്യൂമറിക് ക്യാരക്ടർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൽഫ ന്യൂമറിക് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ എ ടു സെഡ് ഉപയോഗിക്കാം, അതുപോലെ സ്മോൾ എ ടു സെഡ് ഉപയോഗിക്കാം, അതുപോലെ നമുക്ക് 0 to 9 നമ്പേഴ്സ് ഉപയോഗിക്കാം, അതുപോലെ നമുക്ക് അണ്ടർസ്ക്വയർ ഉപയോഗിക്കാം. സോ നമ്മുടെ വേരിയബിൾ നെയിമിൽ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സും അതുപോലെ അണ്ടർസ്ക്വയറും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സോ അവസാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ഈ കേസ് സെൻസിറ്റീവ് ആണ്. അതായത് നമ്മൾ നെയിം എന്ന് എഴുതുന്നതും അതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ നെയിം എന്ന് എഴുതുന്നതും സോ ഇതിലേതെങ്കിലും ഒരു അക്ഷരം ക്യാപിറ്റലായി നമ്മൾ ഇതുപോലെ എഴുതുകയാണെങ്കിലും ഇവയെല്ലാം വ്യത്യസ്ത വേരിയബിൾസ് നെയിം ആയിട്ടാണ് നമ്മുടെ പൈത്തോൺ കണക്കാക്കുക. അതുകൊണ്ട് നമ്മുടെ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. സോ ഇതാണ് നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് വാല്യൂ അസൈൻ ചെയ്താൽ മതി. നമ്മുടെ പൈത്തോൺ പ്രോഗ്രാം അത് ഏത് ഡാറ്റയാണെന്ന് അത് തീരുമാനിക്കുന്നതായിരിക്കും. സോ അത് നമുക്ക് ഏതൊക്കെ ഡാറ്റകൾ നമ്മുടെ പൈത്തോൺ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി ഇവിടെ a = 10 എന്ന് കൊടുക്കുന്നു, അതുപോലെ നെയിം ജോൺ എന്ന് കൊടുക്കുന്നു, അതുപോലെ ഒരു നം എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് നമ്മൾ 5.32 കൊടുക്കുന്നു. സോ നമുക്ക് ഇതെല്ലാം പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് എ, അതുപോലെ പ്രിൻറ്റ് നെയിം, അതുപോലെ പ്രിൻറ്റ് നം. സോ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഇവിടെ ലഭിക്കുന്നതാണ് 10 ജോൺ 5.32. സോ നമുക്ക് ഇനി ഇത് ഏതൊക്കെ ടൈപ്പാണെന്ന് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവാൻ കഴിയും. നിങ്ങൾ പ്രോഗ്രാമിംഗ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് നമ്പറാണ്, ഇൻറ്റിജറാണ്, ഇതുപോലെ ഇത് ഫ്ലോട്ടാണ് എന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയും. സോ നമ്മൾ നമ്മുടെ പൈത്തോണിൽ ഏതൊക്കെയാണ് ഡാറ്റ ടൈപ്പുകൾ ഉണ്ടെന്ന് അറിയുന്നതിന് നമുക്ക് ഈ വേരിയബിൾ നെയിമിനെ നമ്മളൊരു ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുള്ളിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ഏത് ടൈപ്പാണെന്ന് പൈത്തോൺ പ്രിൻറ്റ് ചെയ്ത് തരുന്നതാണ്. സോ നമുക്ക് ടൈപ്പ് നെയിം, അടുത്തൊരു ടൈപ്പ് നം. സോ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻറ്റ് ടൈപ്പാണ്, അഥവാ ഇൻറ്റിജറാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് str ടൈപ്പാണ്, അതായത് സ്ട്രിംഗ് ടൈപ്പാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫ്ലോട്ടാണ്, അതായത് ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പേഴ്സാണ്. ഇതാണ് നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്ന 3 തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. മറ്റൊരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ കൊടുക്കുന്നു. ഇതിലോട്ട് നമ്മൾ 10j എന്ന് കൊടുക്കുന്നു. നമ്മൾ ഈ പൈത്തോണിൽ ഈ j ഉപയോഗിക്കുന്നത് കോംപ്ലക്സ് നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നമുക്ക് അത് ഉപയോഗിച്ച് ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യാൻ സാധിക്കും. സോ ഉദാഹരണമായി നമ്മളിവിടെ പ്രിൻറ്റ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 10j എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. സോ ഇതിൻ്റെ ടൈപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ
നമുക്കിവിടെ കാണാം കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ടൈപ്പിലുള്ളതാണ് ഈ വേരിയബിൾ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ്. ബൂളിയൻ ഡാറ്റ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രൂ ഓർ ഫാൾസ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനാണ്. സോ ഉദാഹരണമായി ഞാനിവിടെ പൈത്തോൺ എന്ന് പറയുന്നൊരു വേരിയബിളിലോട്ട് ട്രൂ എന്ന് പറയുന്നൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ ജാവ എന്ന് പറയുന്നൊരു വേരിയബിളിലോട്ട് ഞാൻ ഫാൾസ് എന്ന് പറയുന്നൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. സോ ഇനി നമുക്ക് ഈ വേരിയബിൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തോൺ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് ലഭിക്കും. അതുപോലെ ജാവ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് എന്ന് ലഭിക്കും. സോ നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ, ആദ്യം പൈത്തോണിൻ്റെ വാല്യൂ ലഭിച്ചു, പിന്നെ ജാവയുടെ വാല്യൂ ഫാൾസ് എന്ന് ലഭിച്ചു. ഇനി നമുക്കിതിൻ്റെ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടൈപ്പ് ഓഫ് പൈത്തോൺ, അതുപോലെ ടൈപ്പ് ഓഫ് ജാവ. സോ ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ബൂൾ എന്ന് പറയുന്ന ഒരു റിസൾട്ട് ഇവിടെ ലഭിക്കും. കാരണം ഇത് രണ്ടും നമ്മൾ കൊടുത്ത് ട്രൂ ഓർ ഫാൾസ് സ്റ്റോർ ചെയ്തത് കൊണ്ട് തന്നെ ഇത് ബൂളിയൻ ടൈപ്പ് ഡാറ്റ ടൈപ്പാണ്. സോ ബൂളിയൻ ഡാറ്റ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രൂ ഓർ ഫാൾസ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതാണ് പ്രധാനപ്പെട്ട നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനിയും ഒരുപാടുണ്ട്, അത് നമ്മൾ വരുന്ന ട്യൂട്ടോറിയലുകളിൽ പഠിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ 3 വേരിയബിളിലോട്ട് a = 10, അതുപോലെ b = 10, c = 10. സോ നമ്മൾ 3 ഇതും പ്രിൻ്റ് ചെയ്യുന്നു, 3 വേരിയബിളും പ്രിൻ്റ് ചെയ്യുന്നു, a, b ആൻഡ് c. സോ ഓഫ് കോഴ്സ് നമുക്ക് 10 എന്നുള്ള റിസൾട്ട് 3 തവണ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിവിടെ വന്നാൽ 10 എന്ന് പറയുന്ന റിസൾട്ട് 3 തവണ നമുക്ക് ലഭിച്ചു. സോ ഇനി നമുക്ക് ഇത് ഇങ്ങനെ 3 ലൈനിൽ പ്രത്യേകം എഴുതുന്നതിന് പകരം ഇത് നമുക്ക് ഒരൊറ്റ ലൈനിലോട്ട് മാറ്റാൻ കഴിയുന്നതാണ്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ a = b = c = 10. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ഈ a, b, c എന്ന് പറയുന്ന 3 വേരിയബിളിലോട്ടും അസൈൻ ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഒരു വാല്യൂ ഒന്നിൽ കൂടുതൽ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കോഡ് എഴുതിയാൽ മതി. സോ നമ്മളിപ്പോൾ a, b, c എന്ന് പറയുന്ന വേരിയബിളിലോട്ട് 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് അത് സെയിം റിസൾട്ട് തന്നെ ഇവിടെ ലഭിക്കുന്നു. 10 എന്ന് പറയുന്ന സെയിം റിസൾട്ട് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നു. ഇനി അടുത്തതായി നമ്മൾ a എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ടൊമാറ്റോ എന്ന് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ b എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഒനിയൻ എന്ന് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ c എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ കാബേജ് എന്ന് സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മൾ 3 വെജിറ്റബിൾ നെയിം 3 വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമുക്കിനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ, ഒനിയൻ, കാബേജ് എന്ന് ലഭിക്കും. എന്നാൽ നമ്മൾ ഇങ്ങനെ വ്യത്യസ്ത ലൈനിൽ ഇങ്ങനെ നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നതിന് പകരം ഇതും നമുക്ക് ഒരൊറ്റ ലൈനിൽ ചെയ്യാവുന്നതാണ്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം വേരിയബിൾ നെയിം കൊടുക്കുക, a, b, c = നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ടൊമാറ്റോ എന്നായിരുന്നു, ടൊമാറ്റോ. ശേഷം കോമ കൊടുത്ത ശേഷം ബിയുടെ വാല്യൂ നമ്മൾ ഒനിയൻ എന്നായിരുന്നു, ഒനിയൻ, സിയുടെ വാല്യൂ നമ്മുടേത് കാബേജ് എന്നായിരുന്നു. സോ നമുക്ക് ഇങ്ങനെ ഒരൊറ്റ ലൈനിൽ തന്നെ ഇതുപോലെയുള്ള കോഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത വേരിയബിൾസിലോട്ട് ഇതുപോലെ വാല്യൂ അസൈൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് അതേ റിസൾട്ട് തന്നെയാണ് ലഭിച്ചത്. സോ ഇത്തരത്തിൽ നമുക്ക് വ്യത്യസ്ത വാല്യൂകൾ വ്യത്യസ്ത വേരിയബിൾസിലോട്ട് ഒരൊറ്റ ലൈനിൽ തന്നെ കോഡ് എഴുതി നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.